ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 103-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും യേശുക്രിസ്തു നാമത്തിലെ ക്ഷണിച്ചുകൊള്ളുന്നു. നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ, ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ, സ്നേഹം പകരുവാൻ ഗാനങ്ങൾ പാടുവാൻ നിൻവേല. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് സുവിശേഷകൻ ഫിലിപ്പോസ് ഒരു സുവിശേഷനായിരുന്നു എന്നും തൻ്റെ ശുശ്രൂഷയെ പറ്റി നമുക്ക് അല്പമായി പഠിക്കാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 21:8 പിറ്റേന്നാ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിലെത്തി. 70-ൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു. തൻ്റെ പെൺമക്കൾ കന്യകമാരായ പ്രവചിക്കുന്ന 4 പുത്രിമാർ ഉണ്ടായിരുന്നു. 70-ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 7 പേരെ തെരഞ്ഞെടുത്തു. സ്തേഫാനോസ് മുതൽ ഫിലിപ്പോസ് വരെ. അങ്ങനെ 7 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരാളാണ് ഫിലിപ്പോസ്. അല്ലാതെ യേശുവിൻ്റെ ശിഷ്യൻ അല്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുക. പുതിയ നിയമത്തിലെ 5 ടൈപ്പ് ശുശ്രൂഷയാണ് ഉള്ളത്. ഈ പറയപ്പെടുന്ന ശുശ്രൂഷകന്മാർ പുതിയ നിയമത്തിലുള്ളൂ. 1 അപ്പോസ്തോലൻ, 2 പ്രവാചകൻ, 3 സുവിശേഷകൻ, 4, 5 നമ്മൾ നോക്കുമ്പോൾ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. 5 രീതിയിലുള്ള ശുശ്രൂഷയാണ് പുതിയ നിയമ സഭയ്ക്കകത്തുള്ളത്. ഇതുകൂടാതെ വേറെ ശുശ്രൂഷ വൃന്ദമെന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ബൈബിളിനകത്തില്ല. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇടയൻ, ഉപദേഷ്ടാവ്, ഇവർ രണ്ടും ഒന്നാകാം, രണ്ടും 2 ശുശ്രൂഷയാകാം. അപ്പോസ്തല പ്രവൃത്തി 20:28 നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. ഈ ശുശ്രൂഷ വൃന്ദത്തിലെ ഏറ്റവും അധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ശുശ്രൂഷയാണ് ഇടയൻ. ഇംഗ്ലീഷിൽ പാസ്റ്റർ എന്ന് പറയും. വളരെ ഉത്തരവാദിത്വമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ ഒരെണ്ണം പോലും പോകാൻ പാടില്ല, മുഴുവനെയും സൂക്ഷിക്കുക. അത്ര ഉത്തരവാദിത്വമാണ് ഒരു പാസ്റ്റർ അഥവാ ഇടയന്. അത് ഉപദേഷ്ടാവും ആകാം. ഒന്നിനെയും വിടാതെ സൂക്ഷിച്ചു കൊള്ളണം. അത് നമ്മുടെ കർത്താവ് നല്ലൊരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്നിനെ കാണാതെ പോയാൽ കുറച്ച് സഞ്ചരിച്ചിട്ട് വരാൻ വേണ്ടിയല്ല പറഞ്ഞത്, കണ്ട് കിട്ടുന്നതുവരെ. എന്താ ഉത്തരവാദിത്വമാ? കണ്ട് കിട്ടുന്നത് വരെ. എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരെ, ദൈവമക്കളെ, പ്രിയപ്പെട്ടൊരു കാര്യം ഓർത്തുകൊള്ളുക. ഒരു വലിയ ശുശ്രൂഷയാണ് ഒരു പാസ്റ്റർക്കുള്ളത്. അതനുസരിച്ച് ആ പാസ്റ്ററുടെ അവിടെയുള്ള ദൈവമക്കൾ ആത്മാർത്ഥത പുലർത്തേണ്ടത് ദൈവമക്കളുടെ ഇടയിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്
എന്നും കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. എന്നാൽ നമ്മൾ യിരെമ്യാ പ്രവചനം 23:2 വായിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ ആട്ടിൻ കൂട്ടത്തെ സൂക്ഷിക്കാതെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. അയ്യോ, അവർ കഷ്ടമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ചില ആളുകളുണ്ട്, അവര് ചെല്ലും, ഒരു 2-3 വർഷം കൊണ്ട് കുറെ പേര് ആ സഭ വിട്ടുപോകും. ചിലർ അടുത്ത സഭയിൽ കയറും, ചിലരെ പിന്മാറ്റത്തിലും പോകും. ഇങ്ങനെയും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ശുശ്രൂഷകൻ ആകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവരുടെ ജീവിതം വളരെ കഷ്ടത്തിലായിരിക്കും. ജനങ്ങൾ അംഗീകരിക്കുവാൻ താല്പര്യപ്പെടുകയില്ല. കാരണം ഇന്ന് ജനത്തിന് ആവശ്യമായിരിക്കുന്നത് ഞങ്ങളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷകനാണ് ജനം ആഗ്രഹിക്കുന്നത്. സഭയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ശുശ്രൂഷകന്റെ ഭാവി ദുഃഖകരമായിരിക്കും. സഭകൾ കിട്ടാതെ കഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് എൻ്റെ ഈ ക്ലാസ്സിനോട് ഞാൻ ചേർത്ത് ഓർപ്പിച്ചു കൊള്ളുന്നു. പരിശുദ്ധാത്മാവ് അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുകയും അതും പ്രകാരം പ്രവർത്തിക്കുന്ന സഭയിൽ ആളുകൾ കൂടുവാനും ഇടയായി തീരും. ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു വലിയ സേവനമാണ്, വലിയൊരു സേവനമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ കൂടെ രക്ഷയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം അവരെ പ്രാപ്തരാക്കണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വാക്കുണ്ട്, സേവ്ഡ് ടു സെർവ്. സേവനത്തിനായി രക്ഷിക്കപ്പെട്ടു. നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി സേവ ചെയ്യുമ്പോൾ നാം എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ അതിന് പ്രകാരം ദൈവം നമ്മെ മാനിക്കും. ഇന്നത്തെ ഇതോടുകൂടി ശുശ്രൂഷ വൃന്ദത്തിൻ്റെയും 5 ടൈപ്പ് ശുശ്രൂഷയുടെയും ക്ലാസ് ഇവിടെ സമാപനം കൊള്ളുന്നു. തുടർന്നും എൻ്റെ ക്ലാസ്സിലേക്ക് ഏവരെയും ക്ഷണിച്ചു കൊള്ളുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ 3 കാര്യമാണ്. 1, പാവികൾ രക്ഷയിലേക്ക് കടന്നു വരണം. 2, ദൈവമക്കൾ കാഹളം കേട്ടാൽ പോകത്തക്കവണ്ണം തങ്ങളെ തന്നെ ദിനംതോറും പുതുക്കി ഒരുക്കിക്കൊണ്ടിരിക്കണം. 3, ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കത്തക്കവണ്ണം ഒരു വലിയ ഉണർവിന് വേണ്ടി ആയിരങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന് മഹത്വം.